തലസ്ഥാനത്തെ ബി.ജെ.പി. ഭരണം അവസാനിപ്പിക്കുക എന്നത് നാടിന്റെ ആവശ്യമാണോ, CPM-ന്റെ ആവശ്യമാണോ, UDF-ന്റെ ആവശ്യമാണോ? ഈ വിഷയമാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ അവിശ്വാസ പ്രമേയത്തിന് കൈ കൊടുക്കാൻ നിൽക്കുകയാണ് UDF-ഉം CPM-ഉം. അവർ പറയുന്ന വാദങ്ങൾ ഇങ്ങനെയാണ്: തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണസ്തംഭനമാണ്. അവിടെയുള്ള നാട്ടുകാരെല്ലാം ഭരണസ്തംഭനം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് വേണ്ടത് ഭരണമാറ്റമാണ്. ഈ പറയുന്ന CPM-കാര് പറയുമ്പോൾ ഒന്ന് ആലോചിക്കണം. 1980 മുതൽ 2025 വരെ കോർപ്പറേഷൻ, അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ച് മുടിച്ചത് CPM-കാരാണ്. ശരിക്കും യഥാർത്ഥത്തിൽ ഭരണമാറ്റം ആഗ്രഹിച്ചത് അവർ തന്നെയാണ്, അവിടുത്തെ ജനങ്ങളാണ്. കാരണം മാലിന്യം കറക്റ്റായിട്ട് മാറ്റിയിരുന്നില്ല, ഓടകൾ ക്ലീൻ ആക്കിയിരുന്നില്ല. നമ്മുടെ കഴിഞ്ഞ വർഷം ആര്യ രാജേന്ദ്രനായിരുന്നു മേയർ ആയിരുന്നത്. 2025 ഡിസംബർ 21 രാജേഷ് അധികാരത്തിൽ ഏറുന്നത്, മേയർ ആകുന്നത്. അതിനു മുമ്പ് തന്നെ നമ്മുടെ മെയ് മാസത്തിലോ മഴക്കാല സമയത്തോ ജോയി എന്ന് പറഞ്ഞ ഒരു തൊഴിലാളിയെ കാണാതെ പോയി. മാൻഹോളിലൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു തൊഴിലാളിയെ കാണാതെ പോയി. 2 ദിവസം അയാളുടെ ബോഡിക്കായിട്ട് നമ്മൾ അന്വേഷിച്ചു. മഴയത്ത്, കോഴിച്ചൊരിയുന്ന മഴയത്ത് വരെ അന്വേഷിച്ചു, കിട്ടിയില്ല. അവസാനം ബോഡി അടിഞ്ഞത് എവിടെയാണെന്നറിയാം? മാലിന്യ കൂമ്പാരത്തിന്റെ ഇടയ്ക്ക്. ഈ മാലിന്യം യഥാവിധം ശുചീകരിച്ചിരുന്നുവെങ്കിൽ ഒരു മരണം ഒഴിവാക്കാമായിരുന്നു. ഓടയിലൂടെ അങ്ങ് ഒഴുകിപ്പോയതാണ്. ആ ഓട എവിടെയാ ചെന്ന് എത്തുന്നതെന്നുള്ള നോക്കുവായിരുന്നു എല്ലാവരും. പക്ഷേ ബോഡി തടഞ്ഞു നിന്നത് എവിടെയാണെന്ന് വെച്ചാൽ മാലിന്യ കൂമ്പാരത്തിന്റെ ഇടയിലാണ്. ഇത്രയൊക്കെ ചെയ്ത പോട്ടെ, എല്ലാം പോട്ടെ, ആര്യ രാജേന്ദ്രന്റെ ഏറ്റവും മോശപ്പെട്ട സ്വഭാവം എന്ന് പറയുന്നത്, യദു എന്ന് പറയുന്ന KSRTC ഡ്രൈവറുടെ ജോലി വരെ തെറപ്പിച്ച സ്ത്രീയാണ് മേയർ ആയിരുന്ന ആര്യ രാജേന്ദ്രൻ. എന്നിട്ട് ഇത്രയൊക്കെ പര്യവേഷമുള്ള മേയറൂട്ടി, ആ മേയറൂട്ടിയുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അവിടുത്തെ ഭരണം പോവാൻ കാരണമെന്ന് സമ്മതിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവർ ഇപ്പോഴത്തെ മേയറും അപ്പോഴത്തെ മേയറുമായിട്ട് ഒരു കമ്പാരിസൺ ഇന്നലെ നടത്തിയത്. ആദ്യം പറഞ്ഞത് അദ്ദേഹം പഴയ മേയർ ഇങ്ങനെ ആയിരുന്നില്ല. ശരിയാണ്, അക്രമാസക്തമായിരുന്നില്ല. പക്ഷെ ഒരാൾ ജോലി തെറിപ്പിച്ചു. അതും ജോലി തെറിപ്പിച്ചതും പോരാനിട്ട് പൊതുമധ്യത്തിലാണ് കാറ് തടഞ്ഞു നിർത്തി അസഭ്യ വർഷം വിളിച്ചത്. പക്ഷെ FIR റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആര്യ രാജേന്ദ്രന്റെ പേരില്ല, ആര്യ രാജേന്ദ്രന്റെ ഭർത്താവിന്റെ പേരില്ല. ഉള്ളതാകട്ടെ, പ്രതിപ്പട്ടികയിലുള്ളതാകട്ടെ ആര്യ രാജേന്ദ്രന്റെ അനിയനാണ്. ശരിക്കും പറഞ്ഞാൽ 3 പേരും ഒരുപോലെ പ്രതികളാണ്. എന്നിട്ടും പേര് വന്നതാണെങ്കിലോ ആര്യ രാജേന്ദ്രന്റെ അനിയനും. ഭാര്യയും ഭർത്താവും അവിടെ സേഫ് സോണിലായി. ആര് കാരണം? അവിടുത്തെ ഭരണം കാരണം. അവിടുത്തെ ഭരിക്കുന്നതും മുടിക്കുന്നതും എല്ലാം CPM-കാരാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. 45 വർഷത്തെ ഭരണം ഒറ്റയടിക്ക് കൈവിട്ട് പോയപ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയിൽ നിന്നും ഇപ്പോഴും CPM-കാർ റിക്കവർ ആയിട്ടില്ല. അതിന്റെ ഇടയിലാണ് മനഃപൂർവ്വവും അല്ലാതെയോ സത്യപ്രതിജ്ഞയിൽ ദേവി ദേവന്മാരുടെ പേര് ചേർത്ത് ചൊല്ലിയതിന് അത് ഹൈക്കോടതി റദ്ദാക്കി. അതും ഹർജി കൊടുത്തത് CP ദീപക് ആണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ പാർലമെന്ററി പാർട്ടി ലീഡറാണ് CP ദീപക്. ഇതേ സമയം കൗൺസിലേഴ്സ് ആയ സത്യപ്രതിജ്ഞാ ചടങ്ങില് ഉമ്മൻചാണ്ടിയുടെ പേര് വെച്ച് സംസാരിച്ചതും ഉമ്മൻചാണ്ടിയുടെ പേര് ചൊല്ലി അഭിസംബോധന ചെയ്ത് ദൈവനാമത്തിലോ ദൃഢപ്രതിജ്ഞയോ സത്യപ്രതിജ്ഞ ചെയ്താലാണ് അസാധുവാകാതെയുള്ളൂ എന്ന് നമുക്ക് അറിയാവുന്നതിരിക്കെ ഉമ്മൻചാണ്ടിയുടെ പേരും സത്യപ്രതിജ്ഞ ചെയ്തതിനെതിരെ എന്താണ് ഈ ദീപക് കംപ്ലൈന്റ് കൊടുക്കാത്തത്? അപ്പോൾ അതൊരു വിഷയമല്ല. ശരിക്കും യഥാർത്ഥത്തിൽ ഈ ഡീല് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് വ്യക്തമായിട്ടും സുതാര്യമായിട്ടും കാണാൻ കഴിയുന്നത് UDF-ഉം CPM-ന്റെയും ഡീലാണ്. കാരണം CPM-ന് അധികാരം വേണം. അധികാരത്തിനായിട്ട് എന്ത് ചെയ്യും മല്ലയ്യ എന്നാണ് ഇപ്പോൾ അവർ ആലോചിക്കുന്നത്. കാരണം 51 പേരിൽ കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമാണ് അവിശ്വാസ പ്രമേയം പാസ്സാക്കാൻ പോയിട്ട് അവിടെ അവതരിപ്പിക്കാൻ പോലും പറ്റുകയുള്ളൂ. പക്ഷേ കക്ഷി നില ഇങ്ങനെയാണ്. BJP-ക്ക് 50, 51 ആയിരുന്നു. സുഗതന്റെ കാപ്പ കേസ് ചുമത്തിയത് കൊണ്ട് അതങ്ങ് റദ്ദായിട്ടുണ്ട്. LDF 29, UDF 20, 2 സ്വതന്ത്രന്. ഇത് വച്ചിട്ടാണ് ഇവര് 50 എങ്ങനെയെങ്കിലും അല്ലെങ്കിൽ 51 എങ്ങനെയെങ്കിലും കണക്ക് കൂട്ടാമെന്ന ധാരണയിൽ എത്തി നിൽക്കുന്നത്. പക്ഷേ അവിടെയും നൂറാമാലകൾ ഏറെയാണ്. നമുക്കിനി ഇതിന്റെ എങ്ങനെയാണ് അവിശ്വാസ പ്രമേയം ഇവർ നടപ്പാക്കാൻ പോകുന്നത് എന്ന് കൂടി നമുക്ക് നോക്കാം. 3/1 അംഗങ്ങൾ ഉണ്ടായിരിക്കണം. പ്രമേയത്തിന് 101 അംഗ കോർപ്പറേഷന് 34 പേരും ഒപ്പിടണം. ഒരു പാർട്ടിയില് ഒറ്റയടിക്ക് ഇത് നോക്കുകയാണെങ്കിൽ ഇവർക്ക് 2 പേർക്കും ഒപ്പിടാൻ പറ്റുകയില്ല. കാരണം 34 പേര് ഇവർക്കില്ല. ഒരാൾക്ക് 29ഉം ഒരാൾക്ക് 20ഉമാണ്. അപ്പോൾ 34 തികയില്ല. ഇത് നമുക്കറിയാം. ഇനി രണ്ടാമത്,
കോൺഗ്രസിനും CPM-നും ഒറ്റയ്ക്ക് പ്രമേയം കൊണ്ടുവരാൻ കഴിയുകയില്ല. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സീറ്റിന്റെ കാര്യം. എന്നാൽ ഇരു പാർട്ടികളും തമ്മിൽ ഒരുമിച്ച് ചേർന്ന് പ്രമേയം കൊണ്ടുവരുന്നതിൽ ധാരണയുമായില്ല എന്നൊക്കെയാണ് പറഞ്ഞതെങ്കിലും കുറച്ചു മുന്നേ നമ്മുടെ ശിവൻകുട്ടി പറയുന്നുണ്ടായിരുന്നു, ഭരണമാറ്റം ആവശ്യമാണ്, തിരുവനന്തപുരം വല്ലാതെ ഭരണം സ്തംഭിച്ചിരിക്കുകയാണ്, അപ്പോൾ വേണമെങ്കിൽ ഞങ്ങൾ ഒരു ചർച്ച നടത്താൻ തയ്യാറാണ്, ആ ചർച്ചയില് ഒരുമിച്ച് പോകാനാണെങ്കിൽ പോകട്ടെ എന്നാണ് ശിവൻകുട്ടിയുടെ നിലപാട്. ഇത് ശിവൻകുട്ടിയുടെ മാത്രം നിലപാടാണോ അതോ പാർട്ടിയുടെ നിലപാടാണോ എന്നറിയില്ല. എന്ത് തന്നെയാണെങ്കിലും ശിവൻകുട്ടി വന്നു കഴിഞ്ഞാലും അവിടെ ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി ആയ ഗോവിന്ദൻ വന്നു കഴിഞ്ഞാലും ഒരു രക്ഷയുമില്ല. കാരണം ജനങ്ങൾക്ക് കണ്ടുകൂടാതെ രീതിയിൽ വെറുപ്പിച്ച് വച്ചിരിക്കുകയാണ് പാർട്ടിയുടെ തലപ്പത്തുള്ളവരും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനും. അദ്ദേഹം ചിരിക്കില്ലാതെ മാത്രമേ ഉള്ളൂ, പക്ഷെ നല്ല വെറുപ്പിയിലായിരുന്നു. പ്രമേയം അവതരിപ്പിക്കണമെങ്കിൽ കൗൺസിലിന്റെ പകുതിയിലധികം അംഗങ്ങൾ ഹാജരാകുകയും വേണം. അതായത് 51 പേര് എങ്കിലും ഹാജരാകണം. കോൺഗ്രസിനും CPM-നും കൂടിയുള്ള 49 അംഗങ്ങളാണ്. ഒരു സ്വതന്ത്രനുണ്ട്, സുധീഷ്. 2 സ്വതന്ത്രൻ പറഞ്ഞാൽ ഒരു സ്വതന്ത്രൻ ഇവരുടെ കൂടെ വരില്ല എന്ന കട്ടായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ചീട്ടും കീറിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കൗൺസിലിൽ നിന്ന് വിട്ടു നിൽക്കാൻ BJP തീരുമാനിച്ചാൽ ക്വാറം തികയില്ല. ഇപ്പോൾ BJP-യുടെ മറ്റൊരു തന്ത്രം എന്ന് വെച്ചാൽ നീണ്ട അവധി എടുത്ത് അങ്ങ് പോയിരിക്കുകയാണ്. എന്താണ് നടക്കാൻ പോകുന്നതെന്ന് എന്നൊന്നും അറിയില്ല. UDF-ഉം LDF-ഉം കൂടി മനക്കോട്ട കെട്ടുകയാണ്. അവിശ്വാസ പ്രമേയം സ്റ്റാർട്ടാക്കുന്നു. ഇപ്പോൾ തന്നെ K. ശബരിനാഥ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ തിങ്കളാഴ്ച മുതൽ ചർച്ച ചെയ്ത് സമരം തുടരാൻ പോവുകയാണ്, സത്യപ്രതിജ്ഞ ചെയ്ത തെറ്റ് തന്നെയാണ്, ഭയങ്കര അഴിമതിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും എന്താണ് അഴിമതി എന്ന് ഇവർക്ക് അക്കോട്ട് എണ്ണിയെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. വാലിന്റെ തുമ്പത്ത് അഴിമതി എന്ന് പറഞ്ഞാൽ മാത്രം മതിയോ? CPM ഭരിച്ച സമയത്ത് 45 വർഷം ഭരിച്ചു പിടിച്ച സമയത്ത് വാടകയ്ക്ക് കൊടുത്ത മുറികളിൽ പോലും അഴിമതി നിറഞ്ഞിരിക്കുകയായിരുന്നു. ഇതെല്ലാം പുറത്തു വന്നത് അവിടെ ഒരു ഭരണമാറ്റം വന്നു കഴിഞ്ഞപ്പോഴാണ്. എന്നിട്ടും കഷ്ടപ്പെട്ട് VK പ്രശാന്ത് ആയിരുന്നു അന്നത്തെ MLA. ആ MLA-ക്ക് പോലും അവിടുന്ന് മാറാനായിട്ട് എന്ത് പ്രയാസമായിരുന്നു എന്നറിയോ? ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ കൗൺസിലേഴ്സ് ആയ R. ശ്രീലേഖയുടെ റൂം വെച്ചിരുന്നത്, ഫയൽ വെച്ചിരുന്നത് ബാത്റൂമിന്റെ ഉള്ളിലായിരുന്നു. അപ്പോൾ ബാത്റൂമിന്റെ ഉള്ളിൽ വെച്ച വീഡിയോ ഒക്കെ ഭയങ്കര വിവാദമായതാണ്. എങ്ങനെയൊക്കെ ഭരിപ്പിച്ച് മുടിപ്പിക്കാവോ അത്രത്തോളം വെറുപ്പിച്ച് കൈ തന്നിട്ടാണ് അവർ പോയിരിക്കുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ശരിക്കും ജനങ്ങൾക്ക് ഭരണമാറ്റം വേണമെന്ന് തോന്നിയോണ്ട് മാത്രമാണ് നിങ്ങളെ കളഞ്ഞിട്ട്, നിങ്ങളോട് കടക്ക് പുറത്തെന്ന് പറഞ്ഞിട്ട് പുതിയൊരു മൂന്നാമത്തെ ഭരണകക്ഷിയായ BJP-നെ അവർ അങ്ങ് ഭരണമേൽപ്പിച്ചത്. അവരെ ഒരിക്കലും ഭരിപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന രീതിയിലാണ് പിന്നെ നിങ്ങൾ കാണിച്ചത്. കാരണം ആറ്റുകാൽ പൊങ്കാലയുടെ സമയത്ത് യഥാവിധം വെള്ളം എത്തിയിട്ടില്ല, അവിടെ നിറച്ച് ചെളി നിറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് യഥോരം അതേപോലെ ക്ലീൻ ആക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ശിവൻകുട്ടി കുറെ കംപ്ലൈന്റ് കൊടുത്താണ്. പക്ഷേ മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് രാത്രി തന്നെ അവിടെ ക്ലീൻ ആക്കുന്ന വീഡിയോസ് എല്ലാം വന്നതാണ്. ഇപ്പൊ ശബരിനാഥ് പറഞ്ഞത് റീൽസ് മാത്രം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു മേയർ എന്നാണ് പറയുന്നത്. അദ്ദേഹം വന്നപ്പോൾ ചെയ്ത കാര്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും റീൽസ് എടുത്ത് അമ്മാനമാണെന്ന് ആരാധ കണ്ടു തന്നെ അറിയണം. അദ്ദേഹം ആരോഗ്യമന്ത്രിനെ ഇപ്പോൾ വാനോളം പോഴ്ത്തുന്നുണ്ട്. നേഴ്സുമാരുടെ സമരം നടന്നുകൊണ്ടിരുന്ന സമയത്താണ് മുണ്ടും തലയിലിട്ട് അപ്പുറത്തെ ഭാഗത്തോട് ഇവരെ കണ്ണു വെട്ടിച്ച് പോയത്. ഇതെല്ലാം നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ശരിക്കും തലയിൽ മുണ്ടിട്ട് പോകുന്നത് ആരാണ്? റീൽസ് നടത്തുന്നത് ആരാണ്? ഇപ്പോഴും കൊറോണയൊക്കെ വന്നത് സെൽഷ്യസിന്റെ, അതായത് താപനിലയുടെ ഭാഗമാണെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന നമ്മുടെ ആരോഗ്യമന്ത്രിയാണ് ഇപ്പോൾ ചിലപ്പോൾ ചോദിച്ചാൽ അയാൾ പറയും, ഒരു പക്ഷെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഞാൻ പലതും പറയും, അത് ഭരണപക്ഷത്തിരിക്കുമ്പോൾ ചോദിക്കേണ്ട കാര്യമുണ്ടോ എന്ന്. എല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം VD സതീശനാണെങ്കിലും അറബിക്കടലിലെ കാര്യം ഒരു തീരുമാനമായിട്ടില്ല. എപ്പോഴും PM ശ്രീയുടെ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് തന്നെ എന്താണ് ഭരിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഇവർക്കും ഇപ്പോഴും അറിയില്ല. ഇപ്പൊ പൂക്കി മുഖ്യമന്ത്രിയാണ്, കുറച്ച് ബെക്കാടി മുഖ്യമന്ത്രിയാണ്, ഇനി എന്താണ് വരുന്നതെന്ന് ഒന്നും അറിയില്ല. എന്ത് തന്നെയാണെങ്കിലും CPM-ഉം UDF-ഉം തമ്മിൽ കൈ കോർത്തു കഴിഞ്ഞാൽ ഇവിടെ കേരളത്തിലെ ഇന്ത്യ സഖ്യത്തിന്റെ തിരി കൊടുത്തിരിക്കുകയാണ്. ഇത് അവസാനത്തെ ആണിക്കല്ലാണ് ആരുടെ? CPM-ന്റെ. ഇപ്പോൾ 35 സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയി വലിയൊരു തോൽവി ഏറ്റുവാങ്ങിയ CPM കുറച്ച് കഴിയുമ്പോൾ 35 പോയിട്ട് 3 പോലും ഉണ്ടാകുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം സ്വയം ശവക്കല്ലറ തോണ്ടുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ CPM പോകുന്നത്. 2 പാർട്ടികളും 2 ധ്രുവങ്ങളാണ്. ആ 2 ധ്രുവങ്ങളും ഒരുമിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ BJP-നെ തകർക്കാനായിട്ട് ഒരു 3-ാം മുന്നണി വരാതിരിക്കാനായിട്ട് അവർ ഒന്നിക്കുന്നുണ്ടെങ്കിൽ അത് സർവനാശത്തിനാണ്. ഇന്ത്യയിലെ ഇന്ത്യ സഖ്യം പൊളിഞ്ഞ് പാളിസായി നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം മമതാ ബാനർജിയും സ്റ്റാലിനും ഇവിടുത്തെ പിണറായി വിജയനും ഒക്കെ ആയിരുന്നു മുൻനിരയിൽ ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കൾ. പക്ഷെ എന്ത് ചെയ്യാം, ഇലക്ഷനിൽ വലിയ രീതിയിൽ കാര്യമായിട്ടൊന്നും കണക്കാക്കിയില്ല. മമതാ ബാനർജിയുടെ പാർട്ടി പൊളിഞ്ഞുപോയി, അതേപോലെ സ്റ്റാലിനും ഔട്ടായി. ഇനിയിപ്പോ വിക്കറ്റ് വീഴാനിരിക്കുന്ന ഇവിടെ മാത്രമാണ്. ഇനി ഇവിടെ ഏറെക്കുറെ 35ലേക്ക് ഒതുങ്ങി, ഇനി 3ലേക്ക് മാത്രമാവുമോ എന്ന് മാത്രമാണ് കണ്ടറിയേണ്ടത്. എന്ന് തന്നെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം അവിശ്വാസ പ്രമേയം പാസ്സാക്കി കഴിഞ്ഞാൽ ഇനി ഈ 2 പാർട്ടിയുടെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കുമെന്ന് കണ്ട് തന്നെ അറിയണം. ഇനി പാസ്സാക്കിയെന്നിരിക്കട്ടെ, ബാക്കി
13 ജില്ലകളില് ഇവർക്ക് എങ്ങനെ പരസ്പരം തമ്മിത്തല്ല് കൂടി ഭരിക്കാൻ പറ്റും? കാരണം ഒരു ജില്ലയിലെല്ലാം ഇവർ പരസ്പരം സഹകരണത്തോടെ ഭരിക്കുമ്പോൾ ബാക്കിയുള്ള ജില്ലകളെല്ലാം ഇവർ പ്രീണനം നടത്തേണ്ടി വരികയില്ലേ? അല്ല, ഇവർക്ക് അതൊന്നും പറഞ്ഞിട്ടുള്ള പുത്തരിയുള്ള കാര്യമല്ല. കാരണം ഇതിനു മുമ്പേ പല മതനേതാക്കളുടെ മുന്നിൽ പോയിട്ടും പ്രീണനം നടത്തി കൊടുത്ത പാർട്ടികൾക്ക് ഇതൊന്നും വലിയ പുത്തരിയൊന്നുമല്ല. ഇത് തന്നെയാണെങ്കിലും ഇനി കേരളത്തെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വോട്ട് ചെയ്ത CPM-കാരും കോൺഗ്രസുകാരും എല്ലാം ഒന്ന് മനസ്സറിഞ്ഞ് സന്തോഷിച്ചോളുക. കാരണം ഇവർ രണ്ടും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. അതിപ്പോഴെങ്കിലും നിങ്ങൾക്ക് വ്യക്തമായല്ലോ. ഇനിയുള്ള തെരഞ്ഞെടുപ്പിൽ പോലും ഇങ്ങനെ മണ്ടന്മാരാകാതിരിക്കാൻ സ്വയം ഒന്ന് ചിന്തിക്കാം.